നമസ്കാരം, ഗുഡ്നസ് ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കനത്ത ചൂടിൽ ഉരുകി കേരളം. പുറം ജോലികൾക്ക് സമയ നിയന്ത്രണം. മെയ് 6 വരെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിടും. കോവിഷീൽഡ് വിവാദം. കോവിഡ് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിൽ നിന്നും മോദിയുടെ ചിത്രം നീക്കി. ചിഹ്നം ലോഡ് ചെയ്ത ശേഷം വോട്ടിംഗ് മെഷീൻ സീൽ ചെയ്ത് സൂക്ഷിക്കണമെന്ന് സുപ്രീം കോടതിയുടെ നിർണായക നിർദ്ദേശം. ജൂതർക്കെതിരായ വംശീയ അധിക്ഷേപം ചെറുക്കാനുള്ള ബില്ലിന് US ജനപ്രതിനിധി സഭയുടെ അംഗീകാരം. UAEയിൽ കനത്ത മഴ, ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് താങ്ങാനാകാത്ത കനത്ത ചൂട് തുടരുന്നതിനിടെ പുറം ജോലികൾക്ക് സമയ നിയന്ത്രണം. മെയ് 6 വരെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അടച്ചിടും. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അവധിക്കാല ക്ലാസുകൾ 11 മണി മുതൽ 3 മണി വരെ ഒഴിവാക്കണം. കലാകായിക മത്സരങ്ങളും പരിപാടികളും ഈ സമയത്ത് പാടില്ല. പോലീസ്, SPC, NCC തുടങ്ങിയ സേനാ വിഭാഗങ്ങളുടെ ഡ്രിൽ പകൽ സമയത്ത് വേണ്ടെന്ന് അവലോകന യോഗത്തിൽ തീരുമാനിച്ചു. ജില്ലകളിലെ പ്രവർത്തനങ്ങൾ മന്ത്രിമാർ നേരിട്ട് വിലയിരുത്തും. ജില്ലാതല യോഗങ്ങൾ ചേരും. കലക്ടർമാർ ഏകോപിപ്പിക്കും. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള യോഗത്തിലാണ് തീരുമാനം. അതേസമയം ഉഷ്ണതരംഗത്തെ തുടർന്ന് പാലക്കാട് ജില്ലയിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ ഈ മാസം 6 വരെ നീട്ടി. നേരത്തെ പ്രഖ്യാപിച്ചിരുന്ന നിയന്ത്രണങ്ങളിൽ ചില ഇളവുകൾ വരുത്തിയിട്ടുണ്ടെങ്കിലും മുൻകരുതൽ ശക്തമാക്കാനും തീരുമാനമുണ്ട്. ജില്ലയിലെ പ്രവർത്തനങ്ങൾ മന്ത്രിമാർ നേരിട്ട് വിലയിരുത്തും. ആസ്പെറ്റോസ്, ടിൻ ഷീറ്റ് മേൽക്കൂരയുള്ള തൊഴിലിടങ്ങളിൽ പകൽ അടച്ചിടണം. എല്ലാ ജില്ലകളിലും താപനില 35 ഡിഗ്രിക്ക് മുകളിലെത്തും. നിർജ്ജലീകരണവും സൂര്യതാപവും ഉണ്ടാകാതെ ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ വകുപ്പ് നിർദ്ദേശിച്ചു. ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട്. സംസ്ഥാനത്തെ സാഹചര്യം അവലോകനം ചെയ്യാൻ ദുരന്ത നിവാരണ അതോറിറ്റി യോഗം ചേർന്നു. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ മന്ത്രിമാരും ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. ഇന്ത്യയിൽ കോവിഡ് വാക്സിൻ സ്വീകരിക്കുന്നവർക്ക് നൽകുന്ന വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിൽ നിന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രം നീക്കി. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ ഭാഗമായാണ് മോദിയുടെ ചിത്രം വാക്സിൻ സർട്ടിഫിക്കറ്റിൽ നിന്നും നീക്കിയതെന്നാണ് വിശദീകരണം. എന്നാൽ ഇന്ത്യയിൽ കോവിഷീൽഡ് എന്ന പേരിൽ അവതരിപ്പിച്ച കോവിഡ് വാക്സിന് ഗുരുതര പാർശ്വഫലമുള്ളതായി വാക്സിൻ കമ്പനി ആസ്ട്രാസെനിക്ക കഴിഞ്ഞ ദിവസം സമ്മതിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് വാക്സിൻ സർട്ടിഫിക്കറ്റിൽ നിന്നും മോദിയുടെ ചിത്രം നീക്കാൻ തീരുമാനമെന്ന് വിലയിരുത്തൽ. കോവിഡ് സർട്ടിഫിക്കറ്റിൽ മോദി ചിത്രം നൽകുന്നതിനെതിരെ വലിയ പ്രതിഷേധവും വിമർശനവും ഉയർന്നിരുന്നുവെങ്കിലും കേന്ദ്ര സർക്കാർ തള്ളിക്കളയുകയായിരുന്നു. പുതിയ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് നടപടി. കോവിഷീൽഡ് വാക്സിൻ സ്വീകരിച്ച ശേഷം ഹൃദയാഘാതം വന്ന് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് കേന്ദ്ര സർക്കാർ നഷ്ടപരിഹാരം നൽകണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. കോവിഷീൽഡ് വാക്സിൻ എടുത്ത അപൂർവം ചിലരിൽ രക്തം കട്ടപിടിക്കുകയും പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയുകയും ചെയ്യുന്ന TTS എന്ന അവസ്ഥയുണ്ടാകാമെന്നാണ് ആസ്ട്രാസെനിക്ക കമ്പനി UK കോടതിയെ അറിയിച്ചത്. കോവിഷീൽഡ് വാക്സിന്റെ പാർശ്വഫലങ്ങൾ വിദഗ്ധ സംഘത്തെ നിയോഗിച്ച് പഠിക്കണമെന്നാവശ്യപ്പെട്ടാണ് സുപ്രീം കോടതിയിൽ ഹർജി. വാക്സിൻ ഉപയോഗിച്ചതുമൂലം ആരെങ്കിലും മരിച്ചതായി കണ്ടെത്തിയാൽ നഷ്ടപരിഹാരം നൽകണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നു. അഭിഭാഷകനായ വിശാൽ തിവാരിയാണ് ഹർജിക്കാരൻ. കോവിഷീൽഡ് നിർമ്മിച്ച ആസ്ട്രാസെനിക്ക കമ്പനി വാക്സിന് ചെറിയ രീതിയിൽ പാർശ്വഫലങ്ങൾ ഉണ്ടായേക്കാമെന്ന് സമ്മതിച്ചതായി റിപ്പോർട്ടുകളിൽ വന്നതിന് പിന്നാലെയാണ് ഹർജി. മേയർ ആര്യ രാജേന്ദ്രനും KSRTC ബസ് ഡ്രൈവറുമായുണ്ടായ വാക്കുതർക്കത്തിൽ നിർണായകമായ CCTV മെമ്മറി കാർഡ് കാണാതായതിൽ പോലീസ് കേസെടുത്തു. KSRTC നൽകിയ പരാതിയിലാണ് കേസെടുത്തത്. ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ KSRTC MDക്ക് നൽകിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസിന് പരാതി നൽകിയത്. തമ്പാനൂർ പോലീസാണ് മെമ്മറി കാർഡ് കാണാതായതിൽ കേസെടുത്തിരിക്കുന്നത്. ക്യാമറ ഉള്ള 4 ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകളാണ് തമ്പാനൂർ ഡിപ്പോയിലുള്ളത്. ഇതിൽ ബാക്കി 3 ബസ്സുകളിലും മെമ്മറി കാർഡ് ഉണ്ട്. വിവാദത്തിൽപ്പെട്ട ബസ്സിലെ മെമ്മറി കാർഡ് മാത്രമാണ് കാണാതായത്. പ്രശ്നം നടന്ന ശേഷം ആരോ മെമ്മറി കാർഡ് എടുത്തു മാറ്റിയതാണെന്നാണ് വ്യക്തമാകുന്നത്. മേയർ ആര്യ രാജേന്ദ്രനും KSRTC ബസ് ഡ്രൈവറും തമ്മിലുള്ള തർക്കത്തിൽ ഈ മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ നിർണായകമാണ്. കേസിലെ നിർണായക തെളിവായ ദൃശ്യങ്ങൾ ശേഖരിക്കാൻ ബസ് ഹാജരാക്കണമെന്നാവശ്യപ്പെട്ട് പോലീസ് KSRTCക്ക് കത്ത് നൽകിയിരുന്നു. തൃശൂരിലേക്ക് ട്രിപ്പ് പോയ ബസ് തിരിച്ചെത്തിയ ശേഷമാണ് പരിശോധന നടന്നത്. എന്നാൽ പരിശോധനയ്ക്ക് എത്തിച്ച ബസ്സിൽ മെമ്മറി കാർഡ് കാണാതായത് ദുരൂഹത വർദ്ധിപ്പിച്ചു. മേയർ ആര്യ രാജേന്ദ്രൻ നൽകിയ പരാതിയിലും പോലീസ് കേസെടുത്തിട്ടുണ്ട്. സൈബർ ആക്രമണം, ഔദ്യോഗിക ഫോൺ നമ്പറിലെ വാട്സാപ്പിൽ അയച്ച അശ്ലീല സന്ദേശം എന്നിവയ്ക്കെതിരെയാണ് പോലീസ് കേസ്. ഡ്രൈവർ യദു നൽകിയ പരാതിയിലും കേസെടുക്കാൻ പോലീസ് തീരുമാനമെടുത്തിട്ടുണ്ട്. വോട്ടിംഗ് മെഷീനുകളിൽ ചിഹ്നങ്ങൾ ലോഡ് ചെയ്യുന്ന യൂണിറ്റ് കൈകാര്യം ചെയ്യുന്ന ഭരണാധികാരികൾക്ക് നിർദ്ദേശവുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. സുപ്രീം കോടതി ഉത്തരവിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് ഓഫീസർമാർക്ക് നിർദ്ദേശം നൽകിയത്. ചിഹ്നങ്ങൾ ലോഡ് ചെയ്യുന്ന യൂണിറ്റുകൾ വോട്ടിംഗ് മെഷീനുകൾക്കൊപ്പം സീൽ ചെയ്ത് സ്ട്രോങ് റൂമിൽ സൂക്ഷിക്കണമെന്നാണ് നിർദ്ദേശം. മെയ് 1 മുതൽ നിർദ്ദേശം നടപ്പിലാക്കണമെന്ന് കോടതി അറിയിച്ചിരുന്നു. തിരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം 45 ദിവസത്തേക്ക് ഇത്തരത്തിൽ സൂക്ഷിക്കണം. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന് 3 ഭാഗങ്ങളാണുള്ളത്: ബാലറ്റ് യൂണിറ്റ്, കൺട്രോൾ യൂണിറ്റ്, വിവിപാറ്റ്.
മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ പേരും ചിഹ്നവും വിവിപാറ്റിൽ അപ്ലോഡ് ചെയ്യാനാണ് ചിഹ്നങ്ങൾ ലോഡ് ചെയ്യുന്ന യൂണിറ്റ് ഉപയോഗിക്കുന്നത്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് പുറത്തിറക്കിയ ഉത്തരവിലാണ് ചിഹ്നങ്ങൾ ലോഡ് ചെയ്യുന്ന യൂണിറ്റുകൾ കൈകാര്യം ചെയ്യുന്നതിൽ ആവശ്യ നടപടികൾ സ്വീകരിക്കാൻ എല്ലാ സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർക്കും നിർദ്ദേശം നൽകിയത്. നേരത്തെ പ്രാദേശിക പോൾ ഓഫീസറാണ് ചിഹ്നങ്ങൾ ലോഡ് ചെയ്യുന്ന യൂണിറ്റ് കൈകാര്യം ചെയ്തിരുന്നത്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലെ ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റ് കേന്ദ്രങ്ങൾ ഡ്രൈവിംഗ് സ്കൂൾ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ ഉപരോധിച്ചതോടെ സംസ്ഥാനത്ത് ഇന്നു മുതൽ നടപ്പാക്കാനിരുന്ന ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണം നടപ്പായില്ല. ഡ്രൈവിംഗ് ടെസ്റ്റ് സ്കൂളുകൾ ബഹിഷ്കരിച്ചതോടെ എവിടെയും ടെസ്റ്റ് നടന്നില്ല. സംസ്ഥാനത്ത് വ്യാപകമായി പ്രതിഷേധം ഉയർന്നതോടെ ടെസ്റ്റ് നിർത്തിവച്ചു. പ്രതിഷേധം കണ്ട് പിൻവാങ്ങില്ലെന്നും പരിഷ്കരണവുമായി മുന്നോട്ടു പോകുമെന്നാണ് മന്ത്രി KB ഗണേഷ് കുമാറിന്റെ പ്രതികരണം. എല്ലായിടത്തും ഗ്രൗണ്ട് അടച്ചുകെട്ടിയ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ വാഹനങ്ങൾ കടത്തിവിട്ടില്ല. അപ്രായോഗിക നിർദ്ദേശമെന്നും നടപ്പാക്കാനാവില്ലെന്നുമാണ് ഡ്രൈവിംഗ് സ്കൂളുകാരുടെ നിലപാട്. പ്രതിഷേധത്തെ തുടർന്ന് പലയിടത്തും ടെസ്റ്റ് നടത്താനാവാതെ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ തിരികെ പോയി. പലയിടത്തും മന്ത്രിയുടെ അപ്രായോഗിക നിർദ്ദേശങ്ങൾക്കെതിരെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ രൂക്ഷമായ വിമർശനമാണ് നടത്തിയത്. വിവാദ സർക്കുലർ പിൻവലിക്കണമെന്നാണ് ഡ്രൈവിംഗ് സ്കൂൾ സംയുക്ത സമരസമിതിയുടെ ആവശ്യം. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരെ കോഴിക്കോടും ഡ്രൈവിംഗ് സ്കൂൾ സംഘടനകൾ പ്രതിഷേധിച്ചു. കറുത്ത ബാഡ്ജ് അണിഞ്ഞായിരുന്നു പ്രതിഷേധം. കൊച്ചിയിലും ടെസ്റ്റ് ബഹിഷ്കരിച്ച് ഡ്രൈവിംഗ് സ്കൂളുകാർ പ്രതിഷേധം അറിയിച്ചു. ആലപ്പുഴ നഗരത്തിലെ റിക്രിയേഷൻ ഗ്രൗണ്ടിൽ ആരും ടെസ്റ്റിനെത്തിയില്ല. സമരസമിതി ഭാരവാഹികൾ പ്രതിഷേധ പ്രകടനം നടത്തി. കാസർഗോഡ് ടെസ്റ്റ് ഗ്രൗണ്ടിൽ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ അനിശ്ചിതകാലത്തേക്ക് നിർത്തിവെച്ചു. COVID-19 മൂലമെന്ന വിചിത്ര കാരണമാണ് ടെസ്റ്റ് അനിശ്ചിതകാലത്തേക്ക് നിർത്തിവെക്കാനുള്ള കാരണമായി മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ അറിയിച്ചത്. ഗാസ യുദ്ധവിരുദ്ധ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ന്യൂയോർക്കിൽ 300-ലേറെ പേരെ അറസ്റ്റ് ചെയ്തു. കൊളംബിയ സർവകലാശാലയിലും സിറ്റി കോളേജ് ക്യാമ്പസുകളിലും നടന്ന റാലികളിലാണ് ന്യൂയോർക്ക് സിറ്റി പോലീസിന്റെ നടപടി. പ്രതിഷേധക്കാർ കയ്യേറിയ കൊളംബിയയിലെ ഹാമിൽട്ടൺ ഹാളും പോലീസ് ഒഴിപ്പിച്ചു. പ്രതിഷേധക്കാരെ പുറത്താക്കാൻ യൂണിവേഴ്സിറ്റി അധികൃതർ തന്നെ പോലീസിനെ സമീപിക്കുകയായിരുന്നു. റിപ്പോർട്ടുകൾ പ്രകാരം കൊളംബിയയിൽ 109 പേരും സിറ്റി കോളേജിൽ 173 പേരുമാണ് അറസ്റ്റിലായത്. ഇവരിൽ എത്ര പേരാണ് വിദ്യാർത്ഥികൾ എന്നതിൽ വ്യക്തമല്ല. ലോസ് ഏഞ്ചലസിലെ കാലിഫോർണിയ സർവകലാശാലയിൽ പ്രതിഷേധക്കാരുടെ ഗ്രൂപ്പുകൾ തമ്മിൽ ഏറ്റുമുട്ടി. നഗരത്തിൽ വിദ്വേഷ പ്രവൃത്തികൾ അനുവദിക്കില്ലെന്നും സാഹചര്യം വഷളാക്കാൻ ചിലർ കുട്ടികളെ ദുരുപയോഗം ചെയ്യുകയാണെന്നും ന്യൂയോർക്ക് മേയർ കുറ്റപ്പെടുത്തി. നിയമപരമായി നടത്തേണ്ട പ്രതിഷേധം അക്രമാസക്തമാകാൻ അനുവദിക്കില്ലെന്നും ഇത്തരം പ്രതിഷേധങ്ങൾ ലക്ഷ്യം കാണില്ലെന്നും മേയർ വിമർശിച്ചു. ഗാസയിലെ അധിനിവേശത്തിനെതിരെ പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികൾ ചൊവ്വാഴ്ച അർദ്ധരാത്രിക്ക് ശേഷമാണ് കൊളംബിയ സർവകലാശാലയുടെ ഹാമിൽട്ടൺ ഹാൾ പിടിച്ചെടുത്തത്. പ്രതിഷേധത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്യുന്ന സർവകലാശാല നടപടി തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു വിദ്യാർത്ഥികളുടെ നീക്കം. ഫെബ്രുവരിയിൽ വടക്കൻ ഗാസയിൽ മരിച്ച 6 വയസ്സുകാരി ഹിന്ദ് റജബിന്റെ സ്മരണയ്ക്കായി വിദ്യാർത്ഥികൾ കെട്ടിടത്തിന് ഹിങ്സ് ഹാൾ എന്ന് പുനർനാമകരണം ചെയ്തുകൊണ്ട് വെള്ള ബാനർ പ്രദർശിപ്പിച്ചതായി വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ആം ആദ്മി സർക്കാരിനെതിരെ തുറന്ന പോരിനിറങ്ങി ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേന. അനധികൃത നിയമനം ആരോപിച്ച് ഡൽഹി വനിതാ കമ്മീഷനിലെ 223 ജീവനക്കാരെ പുറത്താക്കി സക്സേന ഉത്തരവിറക്കി. AAP രാജ്യസഭാ MP സ്വാതി മാലിവാൾ ചെയർപേഴ്സണായിരിക്കെ നിയമിച്ച ജീവനക്കാരെയാണ് സക്സേന കൂട്ടത്തോടെ പുറത്താക്കിയത്. 40 ജീവനക്കാരെ നിയമിക്കാനാണ് അനുമതിയെന്നും എന്നാൽ 223 പുതിയ നിയമനം നടത്തിയത് അംഗീകാരമില്ലാതെയാണെന്നുമാണ് ഉത്തരവിൽ സക്സേന ചൂണ്ടിക്കാട്ടുന്നത്. മാത്രമല്ല കമ്മീഷന് ജീവനക്കാരെ കരാർ വ്യവസ്ഥയിൽ നിയമിക്കാൻ അധികാരമില്ലെന്നും ഉത്തരവിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ധനകാര്യ വിഭാഗത്തിന്റെ അംഗീകാരമില്ലാതെ സർക്കാരിന് അധിക സാമ്പത്തിക ബാധ്യതയുണ്ടാക്കുന്ന ഒരു നീക്കവുമായി മുന്നോട്ടു പോവില്ലെന്ന് നേരത്തെ തന്നെ കമ്മീഷൻ അറിയിച്ചിരുന്നു. എന്നാൽ മാനദണ്ഡം പാലിക്കാതെയായിരുന്നു നിയമനമെന്ന് അന്വേഷണത്തിൽ വ്യക്തമായതായും ഉത്തരവിൽ പറയുന്നുണ്ട്. രാജ്യസഭാ MP-യായി പോകുന്നതിന് മുമ്പേ 9 വർഷത്തോളമാണ് സ്വാതി മണിവാൾ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ സ്ഥാനത്തിരുന്നത്. നിലവിൽ ചെയർപേഴ്സൺ സ്ഥാനം ഒഴിഞ്ഞിരിക്കുകയാണ്. താൻ നടത്തിയ നിയമനവുമായി ബന്ധപ്പെട്ട് ധനകാര്യ വിഭാഗത്തിന്റെ അംഗീകാരത്തിനായി മണിവാൾ തുടർച്ചയായി ശ്രമം നടത്തുന്നതായും ഉത്തരവിൽ പറയുന്നുണ്ട്. വിഷയത്തിൽ മണിവാൾ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ജീവനക്കാരുടെ പുറത്താക്കലിലൂടെ AAP-യുമായി പരസ്യപോരിന് തന്നെ സക്സേന തുടക്കമിടുകയാണ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ലഫ്റ്റനന്റ് ഗവർണർ ഡൽഹിയുടെ ഭരണം നടത്താൻ അനുവദിക്കുന്നില്ലെന്നും BJP നോമിനി എന്നതുകൊണ്ട് തന്നെ എല്ലാ പ്രവർത്തനങ്ങളെയും തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നുവെന്നും AAP ആരോപിച്ചിരുന്നു. ഇതിനിടെയാണ് ജീവനക്കാരുടെ കൂട്ടപ്പിരിച്ചുവിടൽ. ജൂതമത വിശ്വാസികൾക്കെതിരായ വംശീയ അധിക്ഷേപം ചെറുക്കാനുള്ള ബില്ല് US ജനപ്രതിനിധി സഭ പാസാക്കി. ബുധനാഴ്ചയാണ് 91 വോട്ടുകൾക്കെതിരെ 320 വോട്ടിന് ഭൂരിപക്ഷത്തിൽ ബില്ല് പാസായത്.
അമേരിക്കൻ സർവകലാശാലകളിൽ യുദ്ധവിരുദ്ധ പ്രതിഷേധങ്ങളും പാലസ്തീൻ അനുകൂല പ്രതിഷേധങ്ങളും സജീവമാകുന്നതിനിടെയാണ് ബില്ല് പാസാക്കുന്നത് എന്നതാണ് ശ്രദ്ധേയമായ വിഷയം. ബില്ല് സെനറ്റിന്റെ പരിഗണനയ്ക്ക് അയച്ചിരിക്കുകയാണ്. ബില്ലിന് സെനറ്റിന്റെ അനുമതി ലഭിക്കുകയാണെങ്കിൽ യഹൂദ വിരുദ്ധതയെ 1964 പൗരാവകാശ നിയമത്തിന്റെ കീഴിൽ ഇന്റർനാഷണൽ ഹോളോകോസ്റ്റ് റിമെമ്പറൻസ് അലയൻസ് എന്ന രീതിയിലാണ് കണക്കാക്കുക. വംശപരമായ സവിശേഷതകൾ, ദേശപരമായ ഉത്ഭവം എന്നിവയുടെ അടിസ്ഥാനത്തിൽ വിവേചനം തടയുന്നത് ലക്ഷ്യമിട്ടുള്ളതാണ് ഈ ബിൽ. ജൂതമത വിശ്വാസികൾക്കെതിരായ വിവേചനത്തോട് സഹിഷ്ണുത കാണിക്കാൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സാമ്പത്തിക സഹായം അടക്കമുള്ളവ നിയന്ത്രിക്കുന്നതിനുള്ള അധികാരം വിദ്യാഭ്യാസ വകുപ്പിന് നൽകുന്നതടക്കമുള്ള വ്യവസ്ഥകളാണ് ഈ ബില്ലിലുള്ളത്. അതേസമയം ഗാസയിൽ ഇതിനോടകം 34,568 പലസ്തീൻ സ്വദേശികളുടെ ജീവൻ നഷ്ടമായ യുദ്ധത്തിനെതിരായ പ്രതിഷേധം നടക്കുന്ന സർവകലാശാലകളിലെ സമരം അടിച്ചമർത്താൻ വരെ ഈ ബില്ലിലെ വ്യവസ്ഥകൾ ദുരുപയോഗം ചെയ്യപ്പെടുമെന്നാണ് ബില്ലിനെ എതിർക്കുന്നവർ വിശദമാക്കുന്നത്. ജൂതവിരുദ്ധതയെ പുതിയ ബില്ലിലെ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ വാക്കുകളിലൂടെയോ ശാരീരികമായ അടക്കമുള്ള മറ്റു പ്രകടനങ്ങളിലൂടെയോ പ്രകടിപ്പിക്കുന്നത് ബില്ലിലെ വ്യവസ്ഥകളനുസരിച്ച് കുറ്റകരമാണ്. ജൂതവിഭാഗത്തിന്റെ കൂട്ടമായി കണക്കാക്കപ്പെടുന്ന ഇസ്രായേലിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ തടയുന്നതിനടക്കം ലക്ഷ്യമിട്ടുള്ളതാണ് ബില്ലിലെ വ്യവസ്ഥകൾ. വിമർശനം രൂക്ഷമാവുന്നതിനിടെയാണ് ബില്ല് വൻ ഭൂരിപക്ഷത്തിന് പാസ്സായിരിക്കുന്നത്. കാശ്മീരിൽ വിനോദസഞ്ചാരത്തിനായി പോയ മലയാളികൾ സഞ്ചരിച്ച ടെമ്പോ ട്രാവലർ അപകടത്തിൽപ്പെട്ട ഒരാൾ മരിച്ചു. 14 പേർക്ക് പരിക്കേറ്റു. കോഴിക്കോട് നാദാപുരം ഈയങ്ങോട് പുത്തൻപീടികയിൽ സഫാനാണ് മരിച്ചത്. അപകടത്തിൽപ്പെട്ട ട്രാവലറിലുണ്ടായിരുന്ന 16 പേരിൽ 12 പേരും മലയാളികളെന്നാണ് വിവരം. ശ്രീനഗർ ജമ്മു ദേശീയപാതയിൽ ബുധനാഴ്ച രാത്രിയാണ് അപകടമുണ്ടായത്. മലയാളികളടങ്ങുന്ന സംഘവുമായി ശ്രീനഗറിൽ നിന്ന് ജമ്മുവിലേക്ക് പോകുകയായിരുന്ന ടെമ്പോ ട്രാവലർ എതിർദിശയിൽ നിന്ന് വരികയായിരുന്ന ട്രക്കുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. പരിക്കേറ്റവരിൽ 6 പേരുടെ നില ഗുരുതരമാണ്. പരിക്കേറ്റവരെ അനന്ത് നഗറിലെ JMC ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ജമ്മു സ്വദേശിയായ സിമി, മലയാളികളായ അബ്ദുൾ ബാരി, തൊൽഹത്ത്, ഡാനിഷ് അലി, നിസാം, മുഹമ്മദ് സുഹൈൽ എന്നിവർക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്. തിരുവനന്തപുരത്തെ IT കമ്പനിയിൽ ജീവനക്കാരനാണ് മരിച്ച സഫ്വാന്റെ സഹപ്രവർത്തകരും സഹപാഠികളുമാണ് ഒപ്പമുണ്ടായിരുന്നത്. ഏപ്രിൽ 26 വൈകിട്ടാണ് ഇവർ നാട്ടിൽ നിന്ന് കാശ്മീരിലേക്കുള്ള യാത്ര തിരിച്ചത്. സഫ്വാന്റെ മൃതദേഹം ബൻഹാൾ സബ് ജില്ലാ ആശുപത്രി മോർച്ചറിയിലാണുള്ളത്. UAEയിൽ കനത്ത മഴ. അബുദാബിയിലും ദുബായിലും ഇന്ന് പുലർച്ചെ ശക്തമായ മഴയാണ് ലഭിച്ചത്. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റും വീശി. പുലർച്ചെ 3 മണിക്ക് ഇടിയും മിന്നലും ഉണ്ടായിരുന്നു. ശക്തമായ മഴയെ തുടർന്ന് ദേശീയ കാലാവസ്ഥാ കേന്ദ്രം രാജ്യത്ത് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അൽദാഫ്ര, അൽസില എന്നീ പ്രദേശങ്ങളിലാണ് കനത്ത മഴ ആദ്യം റിപ്പോർട്ട് ചെയ്തത്. ഇന്ന് രാത്രി 8 മണി വരെ അസ്ഥിരമായ കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് അറിയിപ്പ്. മെയ് 2, 3 തീയതികളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് നേരത്തെ അറിയിപ്പ് നൽകിയിരുന്നു. ഇതേ തുടർന്ന് ജാഗ്രതാ നിർദ്ദേശങ്ങളും നൽകിയിരുന്നു. ഷാർജയിലും ദുബൈയിലും സ്കൂളുകൾക്ക് വിദൂര പഠനം ഏർപ്പെടുത്തി. പാർക്കുകളും ബീച്ചുകളും അടച്ചു. ജീവനക്കാർക്ക് വർക്ക് ഫ്രം ഹോം അനുവദിക്കുന്ന കാര്യം പരിഗണിക്കാൻ കമ്പനികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം ഒമാനിലും ഇന്ന് കനത്ത മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മെയ് 2 വ്യാഴാഴ്ച കനത്ത മഴയ്ക്കും കാറ്റിനും ആലിപ്പഴ വർഷത്തിനും സാധ്യതയുണ്ടെന്ന് സിവിൽ ഏവിയേഷൻ അതോറിറ്റി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. 20-80 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്നാണ് അറിയിപ്പിൽ പറയുന്നത്. ഇതേ തുടർന്ന് സിവിൽ ഏവിയേഷൻ അതോറിറ്റി പൊതുജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അൽ ബുറൈമി, നോർത്ത് അൽ ബത്തീന, സൗത്ത് അൽ ബത്തീന, മസ്കറ്റ്, അൽ ദാഖിലിയ, നോർത്ത് അൽ ഷർഖിയ, ദോഫാർ ഗവർണറേറ്റുകളിൽ വ്യാഴാഴ്ച രാത്രി വരെ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയും കാറ്റും ആലിപ്പഴ വർഷവും ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നത്. ഇതോടെ ഗുഡ്നസ് ഈവനിംഗ് ന്യൂസ് അവസാനിക്കുന്നു. കൂടുതൽ വാർത്താ അപ്ഡേറ്റുകൾക്കായി ഗുഡ്നസ് ഈവനിംഗ് ന്യൂസ് സന്ദർശിക്കുക. നന്ദി.